ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരെയും ഇന്നത്തെ വേദപഠനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പുതിയ ഒരു പാഠം പഠിച്ചു തുടങ്ങി. ക്രിസ്തുവിലുള്ള നമ്മുടെ സ്വസ്ഥതയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് വേദപുസ്തകത്തിൽ സ്വസ്ഥതയെക്കുറിച്ച് അല്ല വിശ്രമത്തെക്കുറിച്ച് എന്ത് പറയുന്നു. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ശരിയായ വിശ്രമം അനുഭവിക്കേണ്ടതായ ശരീരപ്രകൃതിയോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ദൈവം ദിവസം തോറുമുള്ളതായ മനുഷ്യന് വിശ്രമിക്കുവാനുള്ള സമയം കൊടുക്കുകയും അത് രാത്രി സമയമാണ്. ആഴ്ചതോറും മനുഷ്യന് വിശ്രമിക്കുവാനും അതുപോലെ തന്നെ ആശ്വാസം അനുഭവിക്കുവാനും സ്വസ്ഥത അനുഭവിക്കുവാനുമായി ശബത്ത് ദിവസത്തെ കൊടുക്കുകയും ചെയ്തു. അതുമാത്രവുമല്ല, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശ്രമത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച്, പല തരത്തിലുള്ള വിശ്രമങ്ങൾ നമുക്ക് അനുഭവിക്കാൻ തക്കവണ്ണം സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് അവിടുന്ന് മനസ്സിലാക്കി. അപ്പോൾ മനുഷ്യൻ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് മനുഷ്യൻ്റെ ഈ സ്വസ്ഥതയില്ലായ്മയ്ക്കുള്ളതായ കാരണം. ഈ ലോകത്തിൽ നമ്മൾ ധനമോഹത്തിൽ, കൺമോഹത്തിൽ എന്ത് ചെയ്യുന്നു? ഈ വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നതിലൂടെ നമ്മുടെ മാനസികവും ശാരീരികവുമായിരിക്കുന്ന ആരോഗ്യത്തെ നമ്മൾ ക്ഷയിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി. അതിലൂടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നഷ്ടമാകുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിച്ചു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുക വിശ്രമത്തോടു കൂടിയുള്ളതായ നമ്മളുടെ ജോലികളെ. അതുപോലെ തന്നെ എപ്പോഴും ഈ ലോകത്തിൽ ആശ്രയിച്ച് ആശ്വാസം കണ്ടെത്തുന്നതിന് പകരം ക്രിസ്തുവിൽ ആശ്രയിച്ച് ആശ്വാസം കണ്ടെത്തുവാൻ തക്കവണ്ണം ശ്രമിക്കണമെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത് സ്വസ്ഥതയില്ലാത്തവരും മറുതലിക്കുന്നവരും എന്നുള്ളതായ ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. വേദപുസ്തകത്തിൽ ഈ സ്വസ്ഥത ഇല്ലാതെ ജീവിച്ചതായ ഒരുപാട് വ്യക്തികളെക്കുറിച്ചും സമൂഹങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ കായീൻ സ്വസ്ഥതയില്ലാതെ അലഞ്ഞു തിരിയുവാൻ തക്കവണ്ണം ഉണ്ടായതായ കാരണമെന്ന് പറയുന്നത് അവൻ്റെ പാപമായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. ഈ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത്, ഈ മനുഷ്യന് സ്വസ്ഥതയില്ലാതെ ഈ ലോകത്തായിരിക്കുന്നതിൻ്റെ ചില കാരണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ആ സ്വസ്ഥതയില്ലായ്മ കൊണ്ട് ആ മനുഷ്യൻ ചെയ്യുന്നതായ ചില പ്രവർത്തികളെക്കുറിച്ചും അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ചും അതിലൂടെ ന്യായവിധി ജനത്തിൻ്റെ മധ്യേ വരുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. അതിന് വേദപുസ്തകത്തിൽ ഏറ്റവും നല്ല ഉദാഹരണമായി നൽകിയിരിക്കുന്നത് ഇസ്രായേൽ മക്കളെയാണ് എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്തതായ, ദൈവം വളരെ വിലയോടെ കാണുന്നതായ വിശുദ്ധ ജനമായ ഇസ്രായേൽ ജനത്തെ തന്നെയാണ് അതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തമായി കാണുന്നത്. അങ്ങനെ ആ ദൃഷ്ടാന്തത്തെ വെച്ചുകൊണ്ട് നമ്മളിന്ന് നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുവാൻ തക്കവണ്ണം പോവുകയാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നിരിക്കുന്നു, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. 11-ാമത്തെ വാക്യമാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, ഇതൊക്കെയും നമുക്കൊരു ഉദാഹരണമായി തന്നിരിക്കുകയാണ്. കാരണം ഇത് ലോക അവസാനത്തിൽ നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരുവാൻ വേണ്ടിയാണ് എന്ന്. അപ്പോൾ എന്താണ് ഇസ്രായേൽ മക്കൾ ഈ സ്വസ്ഥതയില്ലാതെ ചെയ്തു കൂട്ടിയതായ കാര്യങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ പറയുന്നതായ ചില കാര്യങ്ങൾ, ഒരുപാട് കാരണങ്ങളുണ്ട് ഈ പറഞ്ഞ ഇസ്രായേൽ ജനത്തിന് സ്വസ്ഥതയില്ലാതെ തങ്ങളുടെ ജീവിതം അനുഭവിച്ചതിന്. ഇവിടെ 11-ാം അധ്യായത്തിൽ പറയുന്നതായ സംഭവം ഇതാണ്: അവർ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ സീനായി മലയിലെത്തി. അവിടെ നിന്നും ദൈവത്തിൻ്റെ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും അവർക്ക് നൽകി. അവിടെ നിന്നും ആ 1 വർഷത്തിന് ശേഷമുള്ളതായ 2-ാമത്തെ വർഷത്തിൽ തന്നെ അവർക്ക് വാഗ്ദത്ത നാടായ കനാൻ ദേശം ഉറ്റുനോക്കുവാനായി യോശുവയും കാലേബിനെയും അയച്ചതുപോലെ തന്നെ ഗോത്രങ്ങളിൽ 2 പേരെ വെച്ച് മോശ അയക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിനുശേഷമുള്ളതായ 38 സംവത്സരവും അവർ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്നതായ ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തെ കാരണത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. ഇവിടെ 2-ാമത്തെ വർഷം തന്നെ ദൈവം അവർക്ക് കഴിക്കുവാനുള്ള ആഹാരം നൽകി എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ ആഹാരം സ്വർഗത്തിൽ നിന്നും കൊടുത്തതായ മന്നയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു.
പക്ഷേ അവിടെ നമ്മൾ കാണുന്നതായ കാഴ്ച എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ ജനം മോശയോടും ദൈവത്തോടും ഈ മന്ന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിറുപിറുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ അസ്വസ്ഥരായി അവരെന്ത് ചെയ്യുന്നു? ദൈവത്തോട് മറുതലിച്ച് സംസാരിക്കുകയും പിറുപിറുക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. അവർ പറയുന്ന കാരണം ഇതാണ്: അവർ മിസ്രൈമിലായിരുന്ന സമയത്ത്, അടിമത്തത്തിലായിരുന്ന സമയത്ത് അവർ അടിമകളായിരുന്നു എങ്കിലും അവർക്ക് സുഭിക്ഷമായി കഴിക്കുവാൻ നല്ല ഇറച്ചിയും മീനുമൊക്കെ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ എരിവും പുളിയുമുള്ള നല്ല ആഹാരങ്ങളൊക്കെ അവർക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇവർ കഴിക്കുന്നത് മന്ന മാത്രമാണ് എന്ന് പിറുപിറുക്കുകയാണ്. ഇവർ പറയുകയാണ്, മിസ്രൈമിൽ ആയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല ആഹാരമാണ് ലഭിച്ചതെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർ കഴിക്കുന്നത് സ്വർഗീയ മന്നയാണ് എന്നുള്ളതായ സത്യം അവർക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കുന്നില്ല. സ്വർഗത്തിൽ ദൈവം ഏറ്റവും ശ്രേഷ്ഠമായുള്ള ആഹാരമാണ് നൽകിയത് എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കുന്നില്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അവർ എന്നിട്ട് മുറവിളി കൂട്ടുന്നത് ഇറച്ചിക്കും മീനിനും എരിവും പുളിയുമുള്ളതായ ആഹാരങ്ങൾക്ക് വേണ്ടിയാണ്. ഈ സമയത്ത് മോശയോട് ഇങ്ങനെ പിറുപിറുക്കുന്നതായ സമയം മോശ ദൈവത്തോട് സംസാരിക്കുകയും ഈ മനുഷ്യരെ ഇങ്ങനെ നിയന്ത്രിപ്പാൻ തക്കവണ്ണം എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ 70 പേരെ അവരിൽ നിന്നും തിരഞ്ഞെടുത്ത് മോശയുടെ ആത്മാവിനെ അവരിൽ പകർന്ന് മോശയോടൊപ്പം അവരെ ഭരിക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു. എങ്കിലും ഈ ജനങ്ങളുടെ അസ്വസ്ഥത മൂലം, അവരുടെ അസ്വസ്ഥതയുടെ കാരണമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതായ ഈ സുഭിക്ഷമായിട്ടുള്ളതായ ആഹാരങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് പോലും ഹാനികരമായിരിക്കുന്നതായ ഈ തരത്തിലുള്ള എരിവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള ആഹാരത്തിലാണ് അവർ കൂടുതൽ ആശ്രയിക്കുന്നതും അതിനുവേണ്ടിയാണ് അവർ മുറവിളി കൂട്ടുന്നതും എന്ന് കാണാൻ കഴിയുന്നു. അവരുടെ മനസ്സുകളുടെ അസ്വസ്ഥതയുടെ കാരണം ഈ ലോകത്തിലുള്ളതായ ഈ മോഹങ്ങൾ അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള ആഗ്രഹങ്ങളാണ് എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നു. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? അവർ മോശയോടും ദൈവത്തോടും മറുതലിക്കുകയും മോശയോടും ദൈവത്തോടും പിറുപിറുക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ പിറുപിറുപ്പിൻ്റെ കാഠിന്യം മൂലം ദൈവം അവരുടെ മേൽ കോപിക്കുകയും പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: ദൈവം അവർക്ക് ആവശ്യത്തിലേറെ കാടപക്ഷികളെ ഭക്ഷിക്കുവാൻ തക്കവണ്ണം നൽകുകയും ചെയ്തു. പക്ഷേ അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സംഹാരദൂതൻ അവരുടെ അടുക്കൽ വരികയും പലരും അന്ന് മരിച്ചു പോവുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാരണം, ഇവരുടെ ഈ അസ്വസ്ഥതയുടെ കാരണം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ളതായ ഈ വിധത്തിലുള്ള മോഹങ്ങളായിരുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ജഡത്തിൻ്റെതായ ഈ മോഹങ്ങളായിരുന്നു എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. അവർ അനുഭവിച്ചത് സ്വർഗീയ നന്മയായിരുന്നു, അവർ കഴിച്ചത് സ്വർഗീയ ഭക്ഷണമായിരുന്നു. പക്ഷേ അവർക്കെന്താണ്? ഈ ഭക്ഷണത്തെക്കാൾ കൂടുതൽ ഇഷ്ടം ലൗകികമായിരിക്കുന്ന എരിവും പുളിയും ഒക്കെ ചേർന്ന ഇറച്ചിയും മീനും ഒക്കെയാണ് എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ വരുമ്പോൾ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മോശയുടെ സഹോദരിയും സഹോദരനുമായ അഹരോനും മിരിയാമും തമ്മിലുള്ളതായ ഒരു പിണക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ അഹരോനും മിരിയാമിനും മനസ്സിൽ സ്വസ്ഥതയില്ലാതെ അവർ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം എന്ന് പറയുന്നത് മോശ ഒരു കൂശിയ സ്ത്രീയെ വിവാഹം ചെയ്തതാണ്. ഇവിടെ നോക്കണം, മിരിയാമിൻ്റെയും അഹരോൻ്റെയും സ്വസ്ഥത നഷ്ടപ്പെട്ടതിൻ്റെ കാരണമെന്ന് പറയുന്നത് പാരമ്പര്യമായി അവർ തന്നെ മെനഞ്ഞെടുത്തതായ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ തന്നെ മെനഞ്ഞെടുത്തതായ ജാതീകമായ ചിന്തയുമാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കൂശിയ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അത്രയും ഭംഗി കാഴ്ചയിൽ പോരാ എന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് ഒരു കൂശിയ സ്ത്രീയെ വിവാഹം ചെയ്ത മോശയോട് അവർക്ക് അസ്വസ്ഥത ഉളവായി. ആ അസ്വസ്ഥത പ്രകടമായി കാണിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ ആ 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവർ ഈ അസ്വസ്ഥത ഉളവായി പറയുന്നത്: മോശയിലൂടെ മാത്രമേ ദൈവത്തിന് പ്രവചനം തരുവാൻ സാധിക്കത്തുള്ളൂ, ഞങ്ങളിലൂടെയും തരാൻ സാധിക്കത്തില്ലേ? ഇങ്ങനെ മോശയോടൊരു അസ്വസ്ഥത ഉണ്ടാകുവാൻ തക്കവണ്ണം ഉണ്ടായതായ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞതായ ലോകം സൃഷ്ടിച്ചെടുത്തതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ ജാതീകമായ ചിന്തകളും കൊണ്ടാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ മിരിയാമിനും അഹരോനും ഉണ്ടായതായ അസ്വസ്ഥതയുടെ കാരണം എന്ന് പറയുന്നത് അവരുടെ ഈ തരത്തിലുള്ള ലൗകികമായ ചിന്തകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? അതുകൊണ്ട് അവർ മോശയോട് എതിർത്തു, ദൈവത്തോട് എതിർത്തു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അവർ പരാതികൾ പറയുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് ഇസ്രായേൽ ജനം ആ മന്ന കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും പരാതി പറഞ്ഞു. ഇവിടെ മിരിയാമും അഹരോനും മോശ ഒരു കൂശിയ സ്ത്രീയെ വിവാഹം ചെയ്തതുകൊണ്ട് പരാതി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഈ പരാതി ദൈവസന്നിധിയിലെത്തുകയും ദൈവം ഇവരെ 3 പേരെയും വിളിച്ച് സമാപന കൂടാരത്തിൻ്റെ അവിടെ എത്തിയതിന് ശേഷം മേഘങ്ങളിൽ അവരുടെ അടുക്കിലേക്ക് വന്ന് അവരെ ഉപദേശിക്കുന്നതായ സാഹചര്യത്തിൽ ഈ മിരിയാമിന് കുഷ്ഠം പൊങ്ങുന്നതായിട്ട് കാണുന്നു. കാരണം എന്താണ്? അവൾ ചെയ്തതായ ഈ തെറ്റ്, അസ്വസ്ഥത മൂലം അവൾ ചെയ്തതായ ഈ തെറ്റിനുള്ളതായ ശിക്ഷ ദൈവം നൽകുകയാണ്.
അല്ലെങ്കിൽ ന്യായവിധി ദൈവം നൽകുകയാണ്. എന്നാൽ സഹോദരനോടും സഹോദരിയോടുമുള്ളതായ സ്നേഹം മൂലം മോശ ദൈവത്തോട് അപേക്ഷിക്കുന്നത് കൊണ്ട് മിര്യാമിനെ ഏകദേശം 7 ദിവസം കൊണ്ട് തന്നെ ആ കുഷ്ഠരോഗം സുഖം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഇത് ഈ 2 അസ്വസ്ഥതകളുടെയും കാരണങ്ങൾ എന്ന് പറയുന്നത് ലൗകികമായ കാരണങ്ങളാണ്. പിന്നീട് നമ്മൾ കാണുന്നത് 13-14 അധ്യായങ്ങളിലാണ്. ഇവിടെ 13-14 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ കനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി ദൈവം അയച്ചതായ ജനങ്ങളെ, അതായത് 2 പേരെ വെച്ച് ഓരോ ഗോത്രത്തിൽ നിന്നും അയച്ച ജനങ്ങളിൽ നിന്നും ലഭിച്ചതായ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മറുപടി അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: യോശുവയും കാലേബും ഒഴികെ അവിടെ പോയ എല്ലാവരും കൊണ്ടുവന്നത് ഒരു ഭയപ്പെടുത്തുന്ന ഭീതിജനകമായ ഒരു റിപ്പോർട്ടായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. അവർ പറയുന്നത് അവിടെ എല്ലാം മല്ലന്മാരാണ്, അവരെ തോൽപ്പിക്കുവാനോ ആ കനാൻ ദേശം നമുക്ക് സ്വന്തമാക്കുവാനോ സാധിക്കത്തില്ല എന്ന് പറയുന്നു. എന്നാൽ യോശുവയും കാലേബും ചെയ്യുന്നത് എന്താണ്? അവർ ആ റിപ്പോർട്ടിനെ എതിരെ ഒരു റിപ്പോർട്ട് നൽകുകയാണ്. അതവിടെ പറയുന്നത് ശരിയാണ്, അവിടെ മല്ലന്മാരാണ്, പക്ഷേ അവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമാണ്. ദൈവം പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ദേശമാണ് കനാൻ ദേശം എന്ന് ദൈവം പറയുന്നു. അതിനെ തെളിയിക്കുന്നതായ എല്ലാ ഭൂപ്രകൃതിയും അവിടെയുണ്ട്. അവിടുത്തെ ഭൂമിയിൽ നിന്നും ലഭിക്കുന്നതായ ഫലങ്ങളൊക്കെയും എത്രയും ഫലപുഷ്ടമായതാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി അവർ വലിയ മുന്തിരിക്കൊലകളൊക്കെയും ചുമന്നുകൊണ്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ നല്ല റിപ്പോർട്ട് നൽകി അതിനുശേഷം അവർ പറഞ്ഞത്, ഈ മല്ലന്മാർ അവിടെ ഉണ്ടേ എങ്കിലും ഈ ദൈവത്തിന്, ഈ വാഗ്ദത്ത ദേശം നമുക്ക് വാഗ്ദാനമായി നൽകിയതായ ദൈവത്തിന് ഈ സ്ഥലം അല്ലെങ്കിൽ ഈ ദേശം നമുക്ക് തരുവാൻ തക്കവണ്ണം ശക്തിയുണ്ട്. നമുക്ക് അവരെ തോൽപ്പിച്ച് ജയിച്ച് ആ ദേശം നേടാനുള്ളതായ സഹായം ദൈവം നമുക്ക് നൽകുമെന്ന ഉറച്ച വിശ്വാസം യോശുവയും കാലേബും പ്രകടിപ്പിച്ചപ്പോൾ മറ്റു ജനങ്ങളെല്ലാം ദൈവത്തെ വിശ്വസിക്കാതെ അസ്വസ്ഥരാകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ആ മറ്റു ജനങ്ങളെല്ലാം അസ്വസ്ഥരായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദൈവത്തോടുള്ളതായ വിശ്വാസക്കുറവാണ്, അവിശ്വസ്തതയാണ് അവിശ്വാസമാണ് എന്ന് കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. ഈ ദൈവം ഇത്രയും നമ്മളെ നടത്തിക്കൊണ്ടുവന്ന, അതായത് ചെങ്കടലൊക്കെ കടന്ന് ഇത്രയും നടത്തിക്കൊണ്ടുവന്ന നമ്മളെ കനാൻ ദേശം ആ മല്ലന്മാരെ തോൽപ്പിച്ച് നേടാനുള്ളതായ ശക്തി തരുമെന്ന് വിശ്വസിക്കുവാൻ ഇസ്രായേൽ മക്കൾ സാധിച്ചില്ല. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. ഇസ്രായേൽ ജനം തിരിച്ചു പോകുവാനായി മുതിരുകയാണ്. അവിടെ മോശയോട് എതിർത്തിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് മറ്റൊരു നേതാവിനെ ഞങ്ങൾ കണ്ടെത്തി ഞങ്ങൾ തിരിച്ചു പോകാൻ പോകുകയാണ് എന്ന് പറയുകയും അവരോട് മറുതലിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഈ സ്വസ്ഥതയില്ലായ്മ കൊണ്ട് ജനത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പരാതികൾ പറയുന്നത് മാത്രവുമല്ല, മറുതലിക്കുവാൻ തക്കവണ്ണം തുടങ്ങുന്നതായ സാഹചര്യവുമുണ്ട്. പ്രത്യേകിച്ച് നേതാക്കന്മാരോട് മറുതലിക്കുന്നതായ സ്വഭാവം ഈ ജനങ്ങളിൽ കാണുകയാണ്. നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ ഇവിടെ ഈ ഇസ്രായേൽ ജനം കാലേബിനോടും യോശുവയോടും എതിർക്കുകയും അവർ ശരിയായ ഒരു റിപ്പോർട്ട് നൽകുകയും ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് അവരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തപ്പോൾ അവരെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ തക്കവണ്ണം ഈ ജനം മുതിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോണം, ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത് നമ്മൾ കാണുന്നത്, അവിടെ ഇസ്രായേൽ ജനം മന്ന ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദൈവത്തോട് പരാതി പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവർ അസ്വസ്ഥരാകുന്നു. അവർ അസ്വസ്ഥതയുടെ കാരണമെന്ന് പറയുന്നത് ലൗകികമായിരിക്കുന്ന ആഹാരങ്ങളും ലൗകികമായിരിക്കുന്നതായ സുഖ സൗകര്യങ്ങളും ഒക്കെയുമാണ്. പിന്നീട് നമ്മൾ മിര്യാമിനെ കാണുന്നത് അത് അവർ തന്നെ നിർമ്മിച്ചെടുത്തതായ ഒരു ജാതീയമായ സമ്പ്രദായം, അതുകൊണ്ടാണ് അവർ അസ്വസ്ഥരാകുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ജനങ്ങൾക്ക് മനസ്സില്ല. ഇതുവരെയും നടത്തിക്കൊണ്ടു വന്നതായ ദൈവം ആ മല്ലന്മാരെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം സഹായിക്കുമെന്ന് വിശ്വസിക്കുവാൻ മനസ്സില്ലാതെ അവർ സ്വന്തം ബുദ്ധിയിൽ ഊന്നുന്നതായ ഈ സാഹചര്യത്തിൽ അവരുടെ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത അനുഭവിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ അസ്വസ്ഥതയുടെ കാരണം ദൈവത്തിലുള്ളതായ വിശ്വാസക്കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് ഇവർ ചെയ്യുന്നത് എന്താണ്? നേതാക്കന്മാർക്കെതിരായിട്ട് അവർ മറുതലിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. യോശുവയെയും കാലേബിനെയും ഒക്കെയും കല്ലെറിഞ്ഞു കൊല്ലുവാൻ തക്കവണ്ണം ഇവർ തയ്യാറാകുകയാണ്. അതുപോലെ മറ്റൊരു നേതാവിനെ അവർ രൂപീകരിച്ച് അവർ മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം തയ്യാറാകുകയാണ് എന്ന് കാണാൻ കഴിയുന്നു. ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരികയാണ് ഉണ്ടായതെന്ന് കാണാൻ കഴിയുന്നു. ആദ്യത്തെ 2 സാഹചര്യങ്ങൾക്കും ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരികയും ആദ്യത്തെ സമയത്ത് അവർക്ക് കാടപക്ഷികളെ ഭക്ഷിക്കാൻ കൊടുത്തു. അത് ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു? അവരെല്ലാം മരിച്ചുപോയി എന്ന് കാണാൻ കഴിയുന്നു.
എന്നാൽ രണ്ടാമത്തെ സമയത്ത് മിരിയാമിന് കുഷ്ഠം പൊങ്ങിയെങ്കിലും മോശയുടെ പ്രാർത്ഥന മൂലം അതിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ദൈവത്തിന് കോപമുണ്ടായി ഈ ജനത്തെ ഇപ്പോൾ തന്നെ നശിപ്പിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നതായ സമയത്ത് മോശ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവരുടെ തെറ്റുകളെ ദൈവം ക്ഷമിക്കുകയാണ്. പക്ഷേ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. മനുഷ്യൻ്റെ അസ്വസ്ഥത കൊണ്ട്, അതാ മനുഷ്യൻ്റെ അസ്വസ്ഥതയുടെ കാരണമെന്ന് പറയുന്നത് നിസാരമായ കാരണമാണ്. എന്നാൽ ഈ അസ്വസ്ഥത കൊണ്ട് മനുഷ്യൻ ചെയ്തു കൂട്ടുന്നതിൽ ദൈവത്തിനുണ്ടാകുന്നതായ കോപം വലിയ കോപമാണ്. അവരോട് അവിടെ മോശയുടെ പ്രാർത്ഥന മൂലം ക്ഷമിക്കുവാൻ ദൈവം തയ്യാറാകുന്നു എങ്കിലും ദൈവം പറയുന്നത് ഇപ്രകാരമാണ്: ഇവർ ആരും തന്നെ കനാൻ ദേശം കാണുകയില്ല എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് 1-ാമത്തെ വർഷമായപ്പോൾ സീനായിലെത്തി. അത് ചെങ്കടൽ കടന്ന് അവർ സീനായിലെത്തി. അവിടുന്ന് അവർ പുറപ്പെട്ട് പല ദേശങ്ങളിലേക്കും കൂടാരം അടിച്ച് പാർക്കുന്നതായ സാഹചര്യമുണ്ട്. അപ്പോൾ 2-ാമത്തെ സംവത്സരത്തിൽ സീനായിൽ നിന്നും അവിടെയും ഇവിടെയും ഒക്കെയും ആ ചുറ്റുപാടുമൊക്കെ കൂടാരം അടിച്ച് പാർക്കുന്നതായ സാഹചര്യം. അതിനുശേഷം ഈ കനാൻ ദേശം ഉറ്റുനോക്കുവാനായി ജനങ്ങളെ അല്ലെങ്കിൽ രണ്ട് പേരെ വെച്ച് അയക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ ആ 2 വർഷം കൊണ്ട് തന്നെ അവർക്ക് ഒരുപക്ഷെ കനാൻ ദേശത്തെ പ്രവേശിക്കുവാനും ആ കനാൻ ദേശം അവർക്ക് അവകാശമായി ലഭിക്കുകയും ചെയ്യുമായിരുന്നു, ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു എങ്കിൽ. എന്നാൽ യോശുവയും കാലേബും മോശയും മറ്റുള്ള മോശയോടൊപ്പം ജനങ്ങളെ ഭരിക്കുവാൻ ഉപയോഗിച്ച കുറച്ച് വിരളിലുണ്ടാവുന്ന ജനങ്ങളും ഒഴികെ, അല്ലെങ്കിൽ കുറച്ച് ജനങ്ങളും ഒഴികെ ബാക്കി എല്ലാ ജനങ്ങളും ദൈവത്തെ അവിശ്വസിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ടോ ദൈവത്തെ അനുസരിക്കുവാനായിട്ടോ മനസ്സ് കാണിക്കാതെ അവരെല്ലാവരും തന്നെ മറുതലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ശേഷിക്കുന്ന 38 സംവത്സരവും ഈ മരുഭൂമിയിൽ അവർ അലഞ്ഞു തിരിഞ്ഞ് നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. അത് ദൈവത്തിൻ്റെ കോപമായിരുന്നു, അവർ ചെയ്തതായ തെറ്റിൻ്റെ ശിക്ഷയായിരുന്നു എന്ന് കാണുന്നു. ദൈവം വ്യക്തമായി പറയുന്നു, ഇവർ അല്ലെങ്കിൽ ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഈ ജനം ഒരുത്തൻ പോലും കനാൻ ദേശത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളുടെ ഓരോരുത്തരുടെയും ഈ അസ്വസ്ഥതയുടെ കാരണങ്ങൾ എന്താണ് എന്ന് ചിന്തിച്ചു നോക്കുക. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളോ ദുരാഗ്രഹങ്ങളോ അല്ലെങ്കിൽ ദുർമോഹങ്ങളോ ഒക്കെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്വസ്ഥരായിരിക്കുകയാണ്. അതുമാത്രവുമല്ല, നമ്മുടെ മനുഷ്യനായിട്ട് നിർമ്മിച്ചതായ ചില സമ്പ്രദായങ്ങളൊക്കെ കൊണ്ട് ജനം അസ്വസ്ഥരാകുകയാണ്. തീർച്ചയായിട്ടും അധികാരമോഹം, കൺമോഹം, ജഡമോഹം, ധനമോഹം, അതുപോലെ തന്നെ ഈ ശരീരത്തിലുള്ളതായ നമ്മുടെ ഈ ലൗകികമായിരിക്കുന്നതായ ചില ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യുന്നു? മനുഷ്യൻ വല്ലാതെ അസ്വസ്ഥരാകുന്നതായിട്ടാണ് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നത്. ഈ അസ്വസ്ഥതകളൊക്കെയും ആ അസ്വസ്ഥതകളിൽ നിന്നും നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തികളൊക്കെയും ദൈവസന്നിധിയിൽ ഏറ്റവും ക്രൂരമായ പ്രവൃത്തികളായി കണക്കിടുകയും അത് ന്യായവിധിക്ക് യോഗ്യമായ പ്രവൃത്തികളാണ് എന്ന് കാണാൻ കഴിയുന്നു. അനീതി പ്രവൃത്തികളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ യോശുവയും കാലേബിനെയും കല്ലെറിയുവാൻ തക്കോണം ആ ജനം തീരുമാനിക്കുകയും മറ്റൊരു നേതാവിനെ കൂട്ടി അവർ തിരിച്ചു പോകുവാനും ഒരുങ്ങുന്നതായ സാഹചര്യത്തിൽ അവിടെ വെച്ച് തന്നെ ജനത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ മോശ അപേക്ഷിച്ചതുകൊണ്ട് മാത്രം അവർക്ക് പാപമോചനം ലഭിച്ച് അവിടുന്നും, എന്നാൽ അതിൻ്റെ പരിണിത ഫലമായി അവർ 38 സംവത്സരം ആ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടതായ സാഹചര്യമാണ്. ഈ 38 സംവത്സരം കൊണ്ട് ആ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വന്നതായ ആ തലമുറയിലുള്ള എല്ലാവരും ഈ മരുഭൂമിയിൽ പല സമയങ്ങളിലായിട്ട് പട്ടുപോകുന്നതായിട്ട് അല്ലെ മരണപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും അവിടുന്ന് പുറപ്പെട്ടതായ എല്ലാ മനുഷ്യരും മരിച്ചതിന് ശേഷം അവരുടെ തലമുറയും യോശുവയും കാലേബുമാണ് കനാൻ ദേശം അവകാശമാക്കിയതെന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇതൊക്കെയും നമുക്കൊരു ഉദാഹരണമായി തന്നിരിക്കുന്നു എന്നാണ് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്:
മേഘങ്ങൾക്ക് കീഴിൽ കൂടി മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന്, അതായത് വെള്ളത്തിനിടയിലൂടി മോശയാൽ സ്നാനമേൽക്കപ്പെട്ട് അവർ കടന്നു പോവുകയാണ്. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ദൈവം അവരോട് കൂടെയുണ്ടായിരുന്നു. അതുമാത്രവുമല്ല, എല്ലാവരും ആത്മീയമായിട്ടുള്ള ആഹാരം ഭക്ഷിച്ചു, ആത്മീയമായ പാനീയം കുടിച്ചു എന്ന് അവിടെ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തു ആകുന്ന പാറ അവരോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു. ആ പാറയിൽ നിന്നും അവർ ദാഹം തീരുന്നിടം വരെ വെള്ളം കഴിക്കുകയും സ്വർഗീയമായിരിക്കുന്ന മന്ന ഭക്ഷിക്കുക, അവരുടെ ഈ ലോകത്തിലുള്ളതായ ഈ ക്ഷീണം മാറ്റുകയും അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായ ആഹാരം കൊടുക്കുകയും ചെയ്തതായ ഈ സാഹചര്യത്തിലും ജനം ചെയ്തതെന്താണ്? ജനം മറുതലിക്കുകയാണ് ചെയ്തത്. അവിടെ 6-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ജനത്തിൻ്റെ ഈ ആഗ്രഹം കൊണ്ട്, ഈ ദുരാഗ്രഹം കൊണ്ട് അവരുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ അവർ അലയേണ്ടതായിട്ട് വന്നു എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അവർ ചെയ്തതായ തെറ്റുകൾ ദൈവത്തോട് മറുതലിക്കുക, ദൈവത്തോട് പിറുപിറുക്കുക, അവർ ചെയ്തതായ തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പരിണത ഫലമായി അവർ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളെക്കുറിച്ചും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അസ്വസ്ഥതയുടെ കാരണം എന്ത് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ അസ്വസ്ഥതയുടെ പ്രശ്നങ്ങൾ എന്ത് എന്ന് നമ്മൾ ചിന്തിക്കുക. ആ അസ്വസ്ഥതയിൽ നിന്നും കാരണങ്ങൾ മനസ്സിലാക്കി, അത് ലൗകികമായിരിക്കുന്ന കാരണങ്ങളാണ് എന്ന് മനസ്സിലാക്കി, ഈ അസ്വസ്ഥതയിൽ നിന്നും സ്വസ്ഥരാകുവാൻ വേണ്ടി, സുഖമനുഭവിക്കുവാൻ വേണ്ടി നമ്മൾ ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളിൽ ആഹ്വാനം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഇതൊക്കെയും ഒരു ദൃഷ്ടാന്തമാണ് എന്ന് മനസ്സിലാക്കി സ്വസ്ഥതയുള്ളതായ ജീവിതം അനുഭവിക്കുവാൻ, എപ്പോഴും ആത്മീയതയിൽ ആശ്രയിക്കുവാൻ, ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ, നമ്മളിലുള്ള അസ്വസ്ഥതയുടെ കാരണങ്ങൾ മനസ്സിലാക്കി ആ കാരണങ്ങളൊക്കെയും ഈ ലൗകികമായ കാരണങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇതിനെ തുടർന്ന് അടുത്ത ആഴ്ച നമ്മളിതിൻ്റെ തുടർന്നുള്ളതായ പാഠങ്ങൾ പഠിക്കും. ഈ അസ്വസ്ഥതയെക്കുറിച്ച് കൂടുതലായി ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയും അടുത്ത ആഴ്ച നമ്മൾ പഠിക്കുവാൻ പോവുകയാണ്. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഒരു വാത്സല്യമേ സ്നേഹിക്കുന്നില്ല കർത്താവെ, നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. അനുഗ്രഹപ്രദമായ ഈ പാഠത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. ഇന്ന് അടിയങ്ങൾ പഠിച്ചത് പിതാവേ, അടിയങ്ങളുടെ ഓരോരുത്തരുടെയും കർത്താവെ ജീവിതത്തിലുള്ളതായ ഈ സ്വസ്ഥതയില്ലായ്മയ്ക്ക് കാരണം അടിയങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് എന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നു പിതാവേ. നാഥ, അടിയങ്ങൾ അത്യാഗ്രഹത്തോടു കൂടി കർത്താവെ, അതുപോലെ തന്നെ നാഥ, അടിയങ്ങൾ എടുക്കുന്നതായ ഓരോ നിലപാടുകളിൽ കൂടി ഒക്കെയും അടിയങ്ങൾ സ്വസ്ഥതയില്ലായ്മ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ നാഥ. അങ്ങയിൽ ആശ്രയിക്കുവാനും കർത്താവെ സ്വസ്ഥതയോടുകൂടി ജീവിതം നയിക്കുവാനും അടിയങ്ങൾ അവിടെ നിന്നും ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. കർത്താവെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞതായ ആ വലിയ വാഗ്ദത്തത്തിൽ, ആ വാക്കുകളിൽ കർത്താവെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അങ്ങേ ആശ്രയിക്കുവാനും ജീവിതത്തിൽ ഉടനീളം ആശ്വാസവും സന്തോഷവും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാൻ അടിയങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്നും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. പ്രത്യേകിച്ച് അടിയങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ കർത്താവെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കോണം അടിയങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ കൂടുതൽ വിശ്വസിച്ചുകൊണ്ട് അടിയങ്ങളുടെ പ്രതികൂല സാഹചര്യത്തിൽ മുൻപോട്ട് പോകുവാൻ തക്കോണം അടിയങ്ങളെ അവിടെ നിന്നും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. പ്രത്യേകിച്ച് പിതാവെ, ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരിലും അങ്ങയുടെ ആത്മാവിനാൽ പകർന്ന് അവർക്കും കർത്താവെ അങ്ങയുടെ ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. അങ്ങനെ ക്രിസ്തുവിൽ കൂടുതൽ അടുക്കുവാനും ആത്മീയതയിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാനും ഈ ലൗകികതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും അടിയങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലോകം തരുന്ന ആശ്വാസമല്ല അങ്ങ് തരുന്ന ആശ്വാസം, ഈ ലോകം തരുന്ന സന്തോഷമല്ല അങ്ങ് തരുന്ന സന്തോഷത്തിൽ ആശ്രയിക്കുവാൻ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. ഒരിക്കൽ കൂടി എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ചോദിച്ചാൽ അധികം നമ്മൾ നിറയ്ക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു പിതാവേ. ആമേൻ. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.